ഹരിയോം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെ നമ്മൾ എത്രത്തോളം ഗൗരവപൂർവമായി നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന പാത ശരിയാണോ തെറ്റാണോ എന്ന്. അങ്ങനെ മനസ്സിനെ നിരീക്ഷിക്കാനും വേണം ഒരു സാധനാശക്തി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സൂത ശൗനക സംവാദത്തിൽ സൂതനോട് ശൗനകൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി വരുന്ന ശ്ലോകങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? നമ്മൾ 5ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. അതിലെന്താണ് നമ്മൾ കണ്ടത്? ഇഹ കോരേ കലോ പ്രാപ്തേ ജീവശ്ച അസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്സൈവ ശോധനേ കിം പരായണം. കലിയുഗം ആരംഭിച്ചതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ആസുരിക ചിന്തകൾ നിരന്നിരിക്കുന്ന ഈ സമയത്ത് ഈ മനസ്സുകളെ സദ്ഭാവനകളിലേക്കും സദ്ചിന്തകളിലേക്കും മനസ്സിൻ്റെ വേദനയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനും എന്താണൊരു മാർഗം? തുടർന്ന് ചോദിക്കുന്നു ശൗനകൻ 6ാമത്തെ ശ്ലോകം. ശ്രേയസാം യത് ഭവേത് ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വധാതുന. ശ്രേയസാം യത് ഭവേ ശ്രേയ, ശ്രേയസ്സുകളുടെ മധ്യത്തിൽ പരമമായ ശ്രേയസ് ഏതാകുന്നു? അതല്ലെങ്കിൽ കല്യാണങ്ങളെ വെച്ച് പരമകല്യാണം ഏതാകുന്നു? ഇവിടെ ഈ കല്യാണം എന്ന് പറഞ്ഞാലും ശ്രേയസ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്നു, ശ്രേയസ്സുകളുടെ മധ്യത്തിൽ പരമശ്രേയസ് ഏതാകുന്നു? 5ാമത്തെ ചോദ്യം. ഇനി പാവനാനാം ച പാവനം, പരിശുദ്ധിയെ ജനിപ്പിക്കുന്നതിൽ വെച്ച് പരമപരിശുദ്ധി സാധനം ഏതാകുന്നു? ഇത് 6ാമത്തെ ചോദ്യം. ഇനി കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തത് അധുനാവധ, കൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ വസ്തു ഏതാകുന്നു? ഇത് 7ാമത്തെ ചോദ്യം. കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തത് അധുനാവധ. ഈ കാര്യങ്ങൾ അങ്ങ് തുടർച്ചയായി ഇടവിടാതെ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ 7 ചോദ്യങ്ങളാണ് ശൗനകൻ സൂതനോട് തുടർന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 7 ചോദ്യങ്ങൾ? നമുക്ക് ആദ്യം മുതൽ അതിനെ മനസ്സിലാക്കാം. 3ാമത്തെ ശ്ലോകം മുതൽ ഈ 6ാമത്തെ ശ്ലോകം വരെ 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എൻ്റെ കർണങ്ങളെ രസിപ്പിക്കുന്നതായ കഥാസാരത്തെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ഇത് 1ാമത്തെ ചോദ്യം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതായ കഥാസാരം ഏതാകുന്നു? 2ാമത്തെ ചോദ്യം. മായാമോഹത്തെ നീക്കുവാനുള്ള മാർഗമേതാകുന്നു? 3ാമത്തെ ചോദ്യം. മനുഷ്യൻ അവൻ്റെ ആസുരികമായ കർമ്മങ്ങളും കളും കാരണം അവൻ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ക്ലേശങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള മാർഗമെന്താണ്? 4ാമത്തെ ചോദ്യം. ശ്രേയസ്സുകളിൽ വെച്ച് പരമശ്രേയസ്സിനെ നൽകുന്ന വസ്തു ഏതാണ്? 5ാമത്തെ ചോദ്യം. പരിശുദ്ധി ജനിപ്പിക്കുന്നതിൽ വെച്ച് പരമപരിശുദ്ധിയെ ജനിപ്പിക്കുന്ന സാധനം ഏതാണ്? 6ാമത്തെ ചോദ്യം. കൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ വസ്തു ഏതാണ്? 7ാമത്തെ ചോദ്യം. തുടർച്ചയായി 7 ചോദ്യങ്ങൾ ശൗനകൻ സൂതനോട് ചോദിക്കുന്നു. നോക്കൂ, ആ ഓരോ ചോദ്യവും എത്ര മനോഹരമാണ്. ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ജനിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി സാധന അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അല്ലാത്തവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയേ ഇല്ല. എന്തുകൊണ്ടാണ്? അവർ യാന്ത്രികമായ ജീവിതം തന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ സുഖങ്ങളിൽ അവർ സംതൃപ്തരായിത്തീരും. ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന ചിന്ത പോലും ഉണ്ടാകില്ല. ആരുടെ മനസ്സിൽ? വെറും ഇന്ദ്രിയ സുഖങ്ങളിലും നമ്മുടെ ചെറിയ 4 ചുമരുകൾക്കിടയിലും ജീവിക്കുന്ന ഈ മനസ്സുകൾക്ക്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമെന്നത് കൃത്യനിഷ്ഠമായ സാധനാനുഷ്ഠാനത്തോടൊപ്പം ശാസ്ത്ര പഠനവും കൂടി നാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ മനസ്സിനെ സദാ പരിശുദ്ധമായും പവിത്രമായും ദുർബലതകളും ആസുരിക ചിന്തകളും ബാധിക്കാതിരിക്കുന്നതിനും വേണ്ടി സദാസമയവും ഒരു നാമം മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കും.
ഏതു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഏതു കാര്യത്തിൽ നാം ഏർപ്പെട്ടിരിക്കുന്ന സമയത്തും മനസ്സിൻ്റെ ഒരു ഭാഗത്ത് ആ നാമം അത് മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഈ നാമത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനും വേണ്ട സമയത്ത് ശക്തി പകരുവാനുമുള്ള അദ്ഭുത ശക്തിയുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.